കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യയിലും ദൈവവചനത്തിൻ്റെ മുമ്പാകെ ആയിരിക്കാൻ തക്കവണ്ണം കർത്താവ് നമുക്ക് നൽകിയ സന്ദർഭത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ നിങ്ങളോട് ഒപ്പം സ്തുതിക്കുന്നു. എല്ലാ സഹോദരി സഹോദരന്മാർക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ഞാൻ ഓർക്കുകയായിരുന്നു, വളരെ വർഷം മുമ്പ് ആരംഭിച്ച ഈ മീറ്റിംഗ് ഇന്നും തുടർന്നു പോകുവാൻ കർത്താവ് സഹായിക്കുന്നല്ലോ. കാക്കനാട് ഒരു സഭാസ്ഥാപനം എന്ന ലക്ഷ്യത്തിൽ തെങ്ങോട് സഭയുടെ ചുമതലയിലാണ് ഞായറാഴ്ച വൈകുന്നേരങ്ങളിൽ സഹകരിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ കുടുംബങ്ങളിൽ കൂടി വന്ന് ഈ കൂടിയൊരു പ്രാർത്ഥനായോഗവും വചന പഠനവുമായിട്ട് ആരംഭിച്ചത്. 2007 ജനുവരി 21 ആ ആഗ്രഹം സബലീകരിച്ചുകൊണ്ട് കാക്കനാട് സഭ സംസ്ഥാപിതമായി. എന്നാൽ ഇന്നും ഈ കൂടിയൊരുവിൻ്റെ കാര്യം തെങ്ങോട് അനൗൺസ് ചെയ്യുന്നുണ്ട്. അന്ന് തുടങ്ങിയതാണ്. അവിടെ നിന്നുള്ള പാർട്ടിസിപ്പേഷൻ വളരെ കുറവാണെങ്കിലും ഈ കൂടിയൊരുവ് നിലനിന്ന് പോകുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സ്ഥലം സഭയെയും ഞാൻ എൻ്റെ ഹൃദയത്തിൽ വഹിച്ചിരിക്കുന്നു എന്നുള്ളത് ഞാൻ ഓർപ്പിക്കുകയാണ്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാവിധമായിരിക്കുന്ന അനുഗ്രഹ ആശംസകളും ദൈവസഭയ്ക്ക് ഞാൻ നേരുകയാണ്. ഞാൻ ഞായറാഴ്ച വൈകുന്നേരങ്ങളിൽ ക്ലാസ്സിന് പറഞ്ഞാൽ പിന്മാറാനായിട്ടൊരു കാരണമുണ്ട്. ശനിയാഴ്ചത്തെ ഓപ്പണർ മീറ്റിങ്ങും ഞായറാഴ്ചത്തെ രാവിലെ മുതലുള്ള ശുശ്രൂഷകളും ഞായറാഴ്ച വൈകുന്നേരമുള്ള ഓപ്പണർ മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ പലപ്പോഴും ക്ഷീണിതനായിട്ടാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഒരൽപ്പം ക്ഷീണം കൂടുതലായതുകൊണ്ട് ഞാൻ ഒന്നുമില്ല വരുന്നത്. അതുകൊണ്ട് പിന്നെ ഒരു പ്രസംഗത്തിനോ ക്ലാസ്സിനോ എന്നെ കൊണ്ടാവതല്ലാത്തത് കൊണ്ടാണ് ഞാൻ പലപ്പോഴും ഒഴിഞ്ഞു മാറുവാൻ ശ്രമിക്കാറുള്ളത്. മറ്റൊരു കാരണം, ഈ സ്ഥലം സഭയിൽ ക്ലാസ്സുകൾ എടുക്കുവാൻ മതിയായ കഴിവുള്ള അധ്വാനിച്ച് ശുശ്രൂഷകൾ നിവർത്തിക്കുന്ന പല യുവ സഹോദരന്മാരും ഉണ്ട് എന്നുള്ളത് ഞാൻ നന്ദിയോടെ സ്മരിക്കുകയാണ്. ആ നിലയിൽ ഉള്ള പഠനം ഞാൻ സാധാരണ ചെയ്യാറില്ല. എൻ്റെ സ്വതസിദ്ധമായ ശൈലി എന്ന് പറയുന്നത് ബൈബിൾ വായിക്കുക, പ്രാർത്ഥിക്കുക, എന്നിട്ട് നിന്ന് എന്തെങ്കിലും ദൈവാത്മാവ് തന്നാൽ പറയുക. അതൊരു പഠനത്തിന്, പക്ഷേ അതൊരു കൂലങ്കക്ഷമായ പഠനമായിരിക്കുകയില്ല എന്നുള്ള ബോധ്യവും എനിക്കുണ്ട്. അതുകൊണ്ട് ഈ പഠനം വളരെ നന്നായിട്ട് നടക്കുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ചില ദൈവമക്കളെ അതിനു വേണ്ടി ഉപയോഗിക്കുന്നല്ലോ. നമുക്ക് തുടർന്നും പഠനത്തിൽ മുന്നോട്ട് പോകാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. എബ്രായ ലേഖനത്തിൽ നിന്ന് തന്നെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ നല്ലതാണ് എന്നാണ് പ്രിയ സഹോദരനോട് സംസാരിച്ചപ്പോൾ റോണി സഹോദരൻ പറഞ്ഞത്. എന്നാൽ എവിടെയും തൊടാതെ ചില കാര്യങ്ങൾ പറയണം എന്നാണ് എന്നെ ദൈവാത്മാവ് പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് ആദ്യ വാക്യം തന്നെ ഒന്ന് വായിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എബ്രായ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. ഇതുപോലെ തുടങ്ങുന്ന പുതിയ നിയമത്തിൽ വേറൊരു പുസ്തകവും ഇല്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇതിനകത്ത് പഴയ നിയമത്തെയും പുതിയ നിയമത്തെയും ഈ 1-ാമത്തെ വാക്യത്തിൽ വെളിപ്പെടുത്തുകയാണ്, 1-2 വാക്യങ്ങളിലൂടെ. ദൈവം
പഴയ നിയമകാലത്ത് എങ്ങനെ ഏർപ്പെട്ടു എന്നുള്ളത് പറയുകയാണ് ഒന്നാം വാക്യത്തിൽ. രണ്ടാം വാക്യത്തിൽ പറയുന്നത് ഇന്ന് ദൈവം എങ്ങനെ ഏർപ്പെട്ടിരിക്കുന്നു. ഈ ഒരു വാക്യം മാത്രം വായിച്ചാൽ മതി, ധാരാളം ദൈവത്തെ സ്തുതിക്കുവാൻ മുഖാന്തരമുണ്ട്. കാരണം നാം എത്ര ഭാഗ്യശാലികളാണ്. പഴയ നിയമത്തിൽ പിതാക്കന്മാരോട് പ്രവാചകന്മാരിലൂടെ സംസാരിച്ചത് ഭാഗം ഭാഗമായിട്ടായിരുന്നു. അത് ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയില്ല. അതിൽ പലതും മറപൊരുളായിരുന്നു. പല കാര്യങ്ങളും അത് പ്രവചിച്ച പ്രവാചകന്മാർക്ക് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ചില പ്രവാചകന്മാർ അതിനെക്കുറിച്ച് ഒന്ന് ആരാഞ്ഞ് അവലോകനം ചെയ്തു. അവർക്ക് കിട്ടിയ മറുപടി എന്ന് പറയുന്നത് അറിയാവുന്നൊരു വാക്യമാണെന്ന് വായിക്കാം. പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം, 10ഉം 11ഉം വാക്യങ്ങൾ, 12 വാക്യങ്ങളിൽ ആ കാര്യം പറയുന്നുണ്ട്. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. അവരിലുള്ള ക്രിസ്തുവിനാത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുൻകൂട്ടി സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. തങ്ങൾക്കായിട്ടല്ല, നിങ്ങൾക്കായിട്ടത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർക്ക് വെളിപ്പെട്ടു. അപ്പോൾ എത്ര വ്യക്തമായിട്ടാണ് ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് ഈ കാര്യം പറയുന്നത്. നാം വന്നെത്തിയിരിക്കുന്ന ഈ കാലഘട്ടം എന്ന് പറയുന്നതും നമുക്ക് ഇന്ന് ദൈവത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന വെളിപ്പാടുകളും അത്യന്തം ശ്രേഷ്ഠമാണ്. പഴയ നിയമത്തിലുള്ള പ്രവാചകന്മാർക്ക് കിട്ടിയതൊക്കെ ഭാഗമായി അംശമായിട്ടായിരുന്നു. മാത്രവുമല്ല, കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലായിരുന്നു അവർ മനസ്സിലാക്കിയത്. പഴയ നിയമത്തിലെ എല്ലാ കാര്യങ്ങളും ഒരു നിഴലെന്ന പോലെയാണ് നാം മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ന്യായപ്രമാണം എന്ന് പറയുന്നത് എബ്രായ ലേഖനത്തിൽ അത് പറയുന്നുണ്ട്, എന്ന് പറയുന്നത് കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ല. എന്നാൽ സാക്ഷാൽ സ്വരൂപം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ദേഹം എന്ന് പറയുന്നത് ക്രിസ്തുവിനുള്ളതാണ്. അപ്പോൾ പഴയ നിയമത്തെക്കാൾ ശ്രേഷ്ഠമായ പരിപൂർത്തിയിലേക്ക് എത്തിയതായിരിക്കുന്ന ഒരു പുതിയ പ്രമാണം, അല്ലെങ്കിൽ ഒരു പുതിയ നിയമമാണ് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അത് ഇവിടെ പറയുന്നത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. ദൈവത്തിന് തൻ്റെ മക്കളോടോ അല്ലെങ്കിൽ മനുഷ്യരോടോ അറിയിക്കുവാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലഭ്യമായി തീർന്ന ഒരു തലമുറയാണ് നാം. ഇനി ഒന്നും പുതുതായിട്ട് പറയുവാനായിട്ട് ദൈവത്തിനില്ല. ഇതിനോടൊന്നും കൂട്ടരുത്, ഇതിൽ നിന്നൊന്നും കുറയ്ക്കരുത് എന്ന് വളരെ നിർദ്ദേശം നൽകിക്കൊണ്ട് ദൈവത്തിന് തൻ്റെ ആത്മാവിനാൽ നൽകുവാനായിട്ടുള്ള സന്ദേശങ്ങൾ മുഴുവൻ നമുക്ക് നൽകിയിരിക്കെ നാം ഏറ്റവും ഭാഗ്യശാലികളാണ്. മാത്രമല്ല, അതുകൊണ്ട് തന്നെ നമുക്കൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. നമുക്കുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ദൈവം വെളിപ്പെടുത്തിയ സത്യങ്ങളെ നാം തൻ്റെ ആത്മാവിനാൽ അത് മനസ്സിലാക്കുവാനായിട്ട് ആവശ്യമുണ്ട്. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്, സാധാരണ നാം വായിക്കാറുള്ളൊരു വാക്യമുണ്ടല്ലോ, കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് പറഞ്ഞാൽ അടുത്ത വാക്യം പലപ്പോഴും പലരും പറയാറില്ല.
നമുക്കോ ദൈവത്തിൻ്റെ ആത്മാവിനാൽ അത് വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ലോകത്തിൽ ഒരു മനുഷ്യൻ്റെയും കേൾവിയിൽപ്പെടാത്ത, കാഴ്ചയിൽപ്പെടാത്ത, ഹൃദയത്തിൽ തോന്നാത്ത കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ വിവേചിച്ച് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നൊരു സമൂഹമാണ് ഇന്ന് വിശ്വാസ സമൂഹം എന്ന് പറയുന്നത്. എന്നാൽ അതിനെ അപഗ്രഥിച്ച് പഠിക്കുന്നതിൽ നാം വളരെ പ്രാവീണ്യം തെളിയിക്കാറുണ്ട്. പഠിക്കുന്നത് എന്നും നല്ലതാണ്, അറിവ് സമ്പാദിക്കുന്നത് നല്ലതാണ്. പക്ഷെ അതിലൊരു അംശമെങ്കിലും നമ്മുടെ ജീവിതവുമായിട്ട് ഒന്ന് ചേർന്നു പോകുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തെ ആ നിലയിൽ ഒരു സമർപ്പണ വിധേയമാക്കുവാനായിട്ട് നമുക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. ന്യായപ്രമാണ സംബന്ധമായി യഹൂദന്മാരുടെ ഇടയിൽ പരീശന്മാരെന്ന് പറയുന്ന, ന്യായശാസ്ത്രിമാരെന്ന് പറയുന്ന ആളുകളൊക്കെ വളരെ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള ആളുകളായിരുന്നു. അതിൻ്റെ തലനാരിഴ കീറി മുറിച്ച് അത് പഠിപ്പിക്കുന്നതിൽ, തെറ്റാതെ പഠിപ്പിക്കുന്നതിൽ അവർ വളരെ നിപുണന്മാരായിരുന്നു. അത് കർത്താവ് സമ്മതിച്ചിട്ടുണ്ട്. അവർ മോശയുടെ പീഠത്തിലിരിക്കുന്നു. മോശയുടെ പീഠമെന്ന് പറയുന്നത് ന്യായപ്രമാണത്തെ പഠിപ്പിക്കുന്ന സ്ഥാനമാണ്. ആ മോശയുടെ പീഠത്തിലിരിക്കുന്നവർ പറയുന്നത് തെറ്റിച്ച് പറയുന്നു എന്ന് ഒരിക്കലും കർത്താവ് പറഞ്ഞിട്ടില്ല. കർത്താവ് പറഞ്ഞ അവർ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണമെന്ന് തന്നെയാണ് പറഞ്ഞത്. കാരണം അവർ ആധികാരികമായി ന്യായപ്രമാണത്തെ പഠിപ്പിക്കുന്നവരായിരുന്നു. പക്ഷേ അവരുടെ ജീവിതത്തിൽ അതിൻ്റെ ഒരംശം പോലും പാലിക്കുന്നതിൽ അവർ എന്നും പരാജയമായിരുന്നു. അതുകൊണ്ടാണ് കർത്താവ് അവരെ പറഞ്ഞത്, അവർ പറയുന്നത് പോലെ ചെയ്യണം, അവർ ചെയ്യുന്നത് പോലെ ചെയ്യരുത്. അവർ ചെയ്യുന്നത് പോലെ ചെയ്യരുത്. എന്നാ കാര്യം? അവർ പറയുന്നതല്ലാതെ ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ ഓർക്കുക, ആ ഒരു ആക്ഷേപം ഇന്ന് വേർപെട്ട സഹോദര സഭകളെക്കുറിച്ച് കർത്താവിന് പറയേണ്ട ഗതികേട് വരരുത്. വചനം പഠിക്കുവാനായിട്ട് കാണിക്കുന്ന അതേ ഉത്സാഹം അത് അനുസരിക്കുവാനായിട്ടും കൂടെ നാം ഏറ്റെടുക്കുവാനായിട്ട് ആവശ്യമുണ്ട്. അത് വളരെ പ്രാധാന്യമുള്ള കാര്യമാണ്. കാരണം നാം പഠിക്കുന്ന, നാം അറിയുന്ന സുവിശേഷ സത്യങ്ങളെ ഒരു നാൾ കണക്ക് കൊടുക്കത്തക്കവണ്ണം ആവശ്യം വരും. പഴയമത്തിൽ പറയുന്നൊരു വാക്കാണ്, അത് ഇതിൽ എത്രത്തോളം ചേർത്ത് പറയാൻ കഴിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനും നീയും തമ്മിൽ കണക്ക് തീർക്കുന്ന നാളിൽ നിന്റെ കൈ ബലപ്പെട്ടിരിക്കുമോ. അപ്പോൾ നമുക്ക് ദൈവാത്മാവ് കൂടുതൽ കൂടുതൽ ദൈവവചനത്തിലെ സത്യങ്ങളെ വെളിപ്പെടുത്തി തരുമ്പോൾ ആ സത്യത്തോട് നീതി പുലർത്തുന്നില്ല എന്ന് വന്നാൽ യാക്കോബ് തൻ്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, വചനം കേൾക്ക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ. അപ്പോൾ ഒരു ചതി അവിടെ ഉണ്ട്. അപ്പോൾ ക്രിസ്തീയ ജീവിതത്തിൽ സ്വയം ചതിച്ചുകൊണ്ട് പോകുന്ന ഒരനുഭവം നമുക്ക് സംഭവിക്കരുത്. സൂക്ഷിക്കുക, കേൾക്കുന്ന ഓരോ ദൈവവചനത്തെയും ശ്രദ്ധാപൂർവം ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ, അത് പ്രാവർത്തികമാക്കുവാനായിട്ടുള്ള ഉത്തരവാദിത്വമാണ് നാം ഏറ്റെടുക്കേണ്ടത്. ന്യായപ്രമാണത്തെ അനുസരിക്കുക എന്നുള്ളത്, അത് അനുസരിക്കുക എന്നുള്ളത് പ്രഥമമായും പഠിപ്പിക്കുക എന്ന് പറയുന്നത് അടുത്തതായി വരുന്ന കാര്യമാണ്. അത് ആചരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യണമെന്നാണ് കർത്താവ് ഗിരിപ്രഭാഷണത്തിൽ വ്യക്തമാക്കിയത്. അപ്പോൾ പൊതു വചനത്തെക്കുറിച്ച്, എല്ലാ വചനങ്ങളെക്കുറിച്ചും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഒന്ന് ആചരിക്കുക, പിന്നെ പഠിപ്പിക്കുക. ആചരിക്കുന്നതിനനുസാരമായിട്ട് പഠിപ്പിക്കാം എന്ന് വെച്ചാൽ പഠനം അത്ര നന്നായി പോകുമെന്ന് ചിന്തിക്കേണ്ടതില്ല. ഞാൻ പറയുന്നത് കേട്ടാൽ മതി, എന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്ന് പറഞ്ഞാൽ അതിൽ ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുകയില്ല. അപ്പോൾ ആവോളം പ്രായോഗികമാകുവാനായിട്ടുള്ള ഒരു ശ്രമം
നാം ചെയ്യുവാനായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ പഴയ നിയമം എന്ന് പറയുന്നതിൻ്റെ പോരായ്മയും അതിൻ്റെ അപര്യാപ്തതയും പുതിയ നിയമത്തിൻ്റെ സമ്പൂർത്തിയും നാം മനസ്സിലാക്കുവാനായിട്ട് ആവശ്യമുണ്ട്. കർത്താവ് പറഞ്ഞു, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനാരുമില്ല. ന്യായപ്രമാണത്തിൻ്റെ കാലഘട്ടത്തിൻ്റെ പരിധി കർത്താവ് പറഞ്ഞത് ന്യായപ്രമാണം യോഹന്നാൻ വരെ, സ്നാപക യോഹന്നാൻ വരെയാണ് ന്യായപ്രമാണത്തിൻ്റെ കാലഘട്ടം വന്നു നിൽക്കുന്നത്. അതിനുശേഷം വരുന്നത് പുതിയ നിയമം. അപ്പോൾ ന്യായപ്രമാണം യോഹന്നാൻ വരെ, ആ യോഹന്നാനാണ് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഏറ്റവും വലിയ മനുഷ്യൻ. അപ്പോൾ ഏലിയാവോ, അപ്പോൾ അബ്രഹാമോ, അപ്പോൾ അങ്ങനെ നമുക്ക് ചോദ്യം ചോദിക്കാം. പക്ഷെ കർത്താവ് പറഞ്ഞു സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല. അടുത്ത വാചകം, ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ യോഹന്നാനേക്കാൾ വലിയവനാണ്. നോക്കുക, നാം ആരാണ് എന്ന് തിരിച്ചറിയാൻ ഇതിനേക്കാൾ വലിയ എന്ത് കാര്യം വേണം? യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയ സ്ഥാനവും പദവിയും സൗകര്യമാരെ നിങ്ങൾക്കുണ്ട്, നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിന്ന് ചില വാക്യങ്ങൾ ഞാൻ വായിക്കാം. 27 മുതലുള്ള 28, ഞാൻ ക്രിസ്തുവല്ല, അവന് മുമ്പായി അയക്കപ്പെട്ടവനത്രേ എന്ന് ഞാൻ പറഞ്ഞതിന് നിങ്ങൾ തന്നെ എനിക്ക് സാക്ഷികളാകുന്നു. മണവാട്ടി ഉള്ളവൻ മണവാളനാകുന്നു. മണവാട്ടി ഉള്ളവൻ മണവാളനാകുന്നു. മണവാളൻ്റെ സ്നേഹിതനോ നിന്ന് മണവാളൻ്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. ഈ എൻ്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു. ആരാ ഈ പറയുന്നേ? യോഹന്നാൻ സ്നാപകൻ പറയുകയാണ്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമന്നു നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് ആരെക്കുറിച്ച് പറഞ്ഞുവോ അവനെക്കുറിച്ച് പറയുകയാണ്. മണവാളനാണവൻ, അവന് മണവാട്ടിയുണ്ട്. പക്ഷേ ഞാനോ ആ മണവാളൻ്റെ ആരാ? സ്നേഹിതനാണ്. അപ്പോൾ യോഹന്നാൻ വരെയുള്ളതായിരിക്കുന്ന പഴയ നിയമ പിതാക്കന്മാർ അല്ലെങ്കിൽ വിശ്വാസികൾ, അവരൊക്കെ കർത്താവിൻ്റെ സ്നേഹിതന്മാരെന്ന ആ അതിര് വരെ നിൽക്കുകയുള്ളൂ. എന്നാൽ ദൈവരാജ്യത്തിൽ ഒരു ചെറിയവൻ യോഹന്നാനേക്കാൾ വലിയവനാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആ ഒരു ചെറിയ വ്യക്തിക്ക് കർത്താവ് നൽകിയിരിക്കുന്ന പദവി എന്താ? മണവാട്ടി സഭയുടെ അംഗമാണ്. പ്രൈസ് ദി ലോർഡ്. നാം ഭാഗ്യശാലികളാണ്. അപ്പോൾ പഴയ നിയമ വിശ്വാസികൾക്ക് സാധിക്കാത്തതും വെളിപ്പെടാത്തതുമായിരിക്കുന്ന അനുഗ്രഹത്തിലേക്കും സ്ഥാനമാനത്തിലേക്കുമാണ് ദൈവം നമ്മെ തെരഞ്ഞെടുത്ത് വന്നെത്തിയിരിക്കുന്നു. നമുക്ക് ലഭിച്ചിരിക്കുന്നതായിരിക്കുന്ന പദവികൾ എത്ര ധന്യമാണ്. എന്നിട്ട് സ്നാപക യോഹന്നാൻ പറയുകയാണ്, ഈ എൻ്റെ സന്തോഷം, അയ്യോ ഞാൻ സ്നേഹിതനായുള്ളൂ, എനിക്ക് മണവാട്ടിയാകാൻ പറ്റിയില്ല. അങ്ങനെ താൻ ചിന്തിക്കുന്നില്ല. ഇന്ന് നമ്മുടെ ഇടയിലൊക്കെ ഒരു പഠിപ്പിക്കലുണ്ട്. പഴയ നിയമ വിശുദ്ധന്മാരും പുതിയ നിയമസഭയും തമ്മിലൊരു വ്യത്യാസവുമില്ല. അവരും വിശ്വാസത്താലാണ് രക്ഷിക്കപ്പെട്ടത്, നാമും വിശ്വാസത്താലാണ് രക്ഷിക്കപ്പെട്ടതെന്നൊക്കെ പഠിപ്പിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ വന്നിട്ട് കർത്താവിൻ്റെ മധ്യാകാശ വരവിനെ കുറിച്ചുള്ളതായിരിക്കുന്ന കാര്യത്തിലും അവർക്ക് വിയോജിപ്പുണ്ട്. അടിസ്ഥാനപരമായി തെറ്റിച്ച് പഠിപ്പിക്കുന്ന പഠിപ്പിക്കലുകൾ നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളത് നാം മറന്നു പോകരുത്. മണവാളൻ്റെ സ്നേഹിതനോ നിന്നുകൊണ്ട് മണവാളൻ്റെ സ്വരം കേട്ടിട്ട് അത്യന്തം സന്തോഷിക്കുന്നു. ഈ എൻ്റെ സന്തോഷം പൂർത്തിയായിരിക്കുന്നു. എന്നിട്ട് പറയാം, അവൻ വളരെയണം. ആര്? കർത്താവ്. അവൻ വളരെയണം, ഞാനോ കുറയണം എന്ന്
യോഹന്നാൻ പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ എന്തിനാ പറഞ്ഞതെന്ന് വെച്ചാൽ, പഴയ നിയമ വിശുദ്ധന്മാർ, പഴയ നിയമ വിശ്വാസികൾ, അവർ കർത്താവിൻ്റെ സ്നേഹിതന്മാരെന്നുള്ള ആ നിലയിൽ മാത്രമേ പരിഗണിക്കപ്പെടുന്നുള്ളൂ. അവർ മണവാട്ടി സഭയുടെ അംഗങ്ങളല്ല എന്നുള്ളത് അപ്പോൾ നമുക്കുള്ള പ്രിവിലേജ് എന്ന് പറയുന്നത്, നാം കർത്താവിൻ്റെ സഭയുടെ അല്ലെങ്കിൽ മണവാട്ടി സഭയുടെ അംഗങ്ങളാണ്. നമുക്ക് ഏറെ പ്രാധാന്യം ദൈവത്തിൻ്റെ വചനം നൽകുന്നുണ്ട്. മാത്രമല്ല, ദൈവീക അരുളപ്പാടുകളുടെ പൂർത്തീകരണം ലഭിച്ചതും തൻ്റെ സഭയ്ക്കാണ്. ഈ സഭയെ കർത്താവ് എത്രത്തോളം സ്നേഹിക്കുന്നു എന്നുള്ളത് നാം മനസ്സിലാക്കുവാനായിട്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് നാം കർത്താവിൻ്റെ മണവാട്ടി എന്നുള്ള നിലയിൽ ദൈവവചനം പൂർണ്ണമായി കൈപ്പറ്റിയവരെന്നുള്ള നിലയിൽ അത് പഠിക്കുന്നവരും അനുസരിക്കുന്നവരുമായിരിക്കണം. എസ്രാ ശാസ്ത്രിയെക്കുറിച്ച് വളരെ മാതൃകാപരമായിരിക്കുന്ന ഒരു കാര്യം നാം പലപ്പോഴും വചന പഠനത്തിൽ ഓർക്കാറില്ലേ? എന്താണ്? എസ്ര മനസ്സ് വച്ചിരുന്ന 3 കാര്യങ്ങൾ: ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ പരിശോധിക്കുവാനും അതനുസരിച്ച് നടക്കുവാനും ഇസ്രായേലിൽ അതിൻ്റെ ചട്ടങ്ങളും വിധികളും പഠിപ്പിക്കുവാനും എസ്ര മനസ്സ് വച്ചിരുന്നു. വളരെ മനോഹരമായ ഒരു 3 സ്റ്റെപ്പ്. 1 പരിശോധിക്കണം, 2 അനുസരിക്കണം. നമ്മളെന്താ സാധാരണ ചെയ്യുന്നത്? പരിശോധിക്കുക, പഠിപ്പിക്കുക. പണ്ടൊരു സഹോദരൻ പറഞ്ഞു, സഹോദര, ഞാനിത് പഠിപ്പിക്കുന്നത്, ഈ പഠിപ്പിക്കുമ്പോൾ നമുക്കൊരു ഉത്തരവാദിത്വം വരും, അങ്ങനെയെങ്കിലും അത് അനുസരിക്കാൻ പറ്റും. പഠിപ്പിക്കുന്നവരനുസരിക്കണമല്ലോ. പഠിപ്പിക്കുന്നതിന് മുമ്പ് അനുസരിക്കണമെന്നാണ് കർത്താവ് പഠിപ്പിച്ചിട്ടുള്ളത്. അതാണ് അതിൻ്റെ പ്രായോഗികമായിരിക്കുന്ന ഒരു കാര്യം. അത് സൂക്ഷിക്കുവാൻ നാം വളരെ ശ്രദ്ധിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. അപ്പോൾ ആഴത്തിൽ വചനം പഠിച്ചാൽ ഉത്തരവാദിത്വം കൂടി, അതിനോട് അനുസരണക്കേട് കാണിച്ചാൽ ശിക്ഷ കൂടും. അപ്പം അതുകൊണ്ട് സൂക്ഷിക്കുക. നമ്മളൊക്കെ വളരെ അതുകൊണ്ട് പഠിക്കേണ്ടതെന്ന് ഞാൻ പറയില്ല, പഠിക്കണം. അതനുസരിച്ച് ജീവിക്കുവാനായിട്ടുള്ള കേവല ഉത്തരവാദിത്വം നാം ഏറ്റെടുക്കുന്നവരായിരിക്കണം എന്ന് മാത്രം ഞാൻ പറയുകയാണ്. ഒരു വാക്യം കൂടെ വായിക്കാം. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിലേക്ക് വരാം. ഈ 11-ാം അധ്യായത്തിലാണ് വിശ്വാസത്താൽ ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെട്ടവരുടെ പേരുവിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. എല്ലാവരെക്കുറിച്ചും ഇവിടെ പറഞ്ഞിട്ടില്ല. ഇത് വായിച്ചിട്ട് ഹാനോക്ക് രക്ഷിക്കപ്പെട്ടു, പിന്നെ വരുമ്പോൾ അടുത്തയാൾ നോഹ. അപ്പം അങ്ങനെ അവർ മാത്രമേ എന്നല്ല, വിശ്വാസത്തിലുള്ള ചിലരെ മാത്രം ഉദാഹരിച്ചിട്ടേ ഉള്ളൂ. ഇനി ഒടുവിലേക്ക് വരുമ്പോൾ പേരൊന്നും പറയുന്നില്ല, സംഭവങ്ങളാണ് പറയുന്നത്. അവിടെ കൂട്ടങ്ങളെ ഒരു സംഭവത്തിലൂടെ എടുത്തു കാണിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ പഴയ നിയമത്തിൽ വിശ്വാസത്തിൽ ദൈവത്തെ പ്രസാദിപ്പിച്ച, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട ഒരു വലിയ സമൂഹത്തെക്കുറിച്ച് പറയുക. 12:1 എന്താ വായിക്കുന്നത്? ആകയാൽ സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നു. അപ്പൊ പഴയ നിയമത്തിലെ ഓരോ വ്യക്തികളെ കുറിച്ചുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടതായിരിക്കുന്ന സാക്ഷികളെ നാം പഠിക്കണം. കാരണം അവർ നമുക്ക് മാതൃകയായിട്ട്, നമുക്ക് ധൈര്യമായിട്ട്, നമുക്ക് മുന്നോടിയായിട്ട് നിൽക്കുകയാണ്. നാം വിശ്വാസത്തിൽ മുന്നേറുമ്പോൾ അത് വളരെ ആവശ്യമാണ്. ഇവിടെ പറയുന്നത് സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം എന്നാണ്. ഈ 40 വാക്യങ്ങളെ കൊണ്ട്, 11-ാം അധ്യായത്തിലെ 40 വാക്യങ്ങളെ കൊണ്ട് എത്ര പേരെ പരാമർശിക്കുന്നു എന്ന് നമുക്ക് കണക്കൂട്ടാനും പറ്റൂല. ആദ്യത്തെ ചില വിവരണങ്ങൾ നമുക്ക് അത് എണ്ണിത്തീർക്കാം. പക്ഷെ പിന്നീട് ഒടുവിലേക്ക് വരുമ്പോൾ പറയുന്നത്, ചില വാക്യങ്ങൾ വായിച്ചാൽ നമുക്കറിയാം. 36 വാക്യം, വേറെ ചിലർ പരിഹാസം
ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു. കല്ലേറേറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു, വാളാൽ കൊല്ലപ്പെട്ടു, ജടയാടുകളുടെയും കോലാടുകളുടെയും തോൾ ധരിച്ചു, ബുദ്ധിമുട്ടും ഉപദ്രവവും കഷ്ടവും സഹിച്ചു. ഇങ്ങനെ അവർ പേര് വിവരിച്ച് പറയാൻ കഴിയാതെ വണ്ണം അസംഖ്യമാണ്. വലിയൊരു സമൂഹം. പഴയ നിയമ കാലഘട്ടത്തിൽ ന്യായപ്രമാണ കാലഘട്ടത്തിനുള്ളിൽ പാർത്തവരും ദൈവത്തെ വിശ്വസിച്ച് നീതീകരിക്കപ്പെട്ടവരാണ്. ന്യായപ്രമാണം കിട്ടുന്നതിന് മുമ്പുള്ള വിശ്വാസികളുടെ പിതാവായിരിക്കുന്ന അബ്രഹാമിനെ കുറിച്ച് വായിക്കുന്നത് അവൻ ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു എന്നാണ്. അപ്പോൾ പഴയ നിയമത്തിലെ എല്ലാവരും വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെട്ടത്. എന്നിട്ട് 39ഉം 40ഉം വാക്യം, 38ന്റെ 2ാം ഭാഗം കൂടെ ചേർത്ത് ഞാൻ വായിക്കാം. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല, അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും. പ്രിയപ്പെട്ടവരെ, പഴയ നിയമ കാലഘട്ടത്തിൽ അവർക്ക് ലഭിച്ച ദൈവിക അരുളപ്പാടുകളുടെ പരിധിയിലും പരിമിതിയിലും നിന്നുകൊണ്ട് അവർ ദൈവത്തെ വിശ്വസിച്ചു. അവർ വിശ്വാസത്താൽ സാക്ഷ്യം പ്രാപിച്ചു. അവരെക്കുറിച്ച് ദൈവാത്മാവ് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയ മറ്റൊരു കാര്യം, ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. എല്ലാ കാലഘട്ടത്തിലും വിശ്വാസത്തിൽ ജീവിക്കുവാൻ ലോകം അനുകൂലമായിരിക്കുകയില്ല എന്ന് മാത്രമല്ല, തികച്ചും പ്രതികൂലമായിരിക്കും. ഒരു വിശ്വാസി ഒരു കാരണവശാലും മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുകയില്ല. ഒരു വിശ്വാസി ഒരു കാരണവശാലും നിയമത്തിനെതിരെ ജീവിക്കുകയില്ല. ഒരു വിശ്വാസി ഒരു കാരണവശാലും ഒരു തെറ്റായിരിക്കുന്ന കാര്യങ്ങളും മനഃപൂർവ്വം ചെയ്യാൻ മുതിരുകയില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള മനുഷ്യർക്ക് ലോകത്തിൽ ഒരു അംഗീകാരമൊക്കെ വേണ്ടേ? കിട്ടൂല. പത്രോസ് എന്താ പറയുന്നത്? ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ എന്തുണ്ടെന്നാ? ഉപദ്രവമുണ്ട്, കഷ്ടമുണ്ട്. കർത്താവ് എന്ത് ദോഷം ചെയ്തിട്ടാ കർത്താവിന് ഈ ലോകം കഷ്ടം കൊടുത്തത്? എന്ത് ദോഷം ചെയ്തേ? മരണത്തോടടുത്ത സമയത്ത് പിലാത്തോസ് ചോദിച്ചു, അവൻ ചെയ്ത ദോഷം എന്ത്? അവർക്കൊന്നും പറയാനുണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, നന്മ മാത്രം ചെയ്ത് മുന്നോട്ട് പോയ കർത്താവിന് അങ്ങനെ കിട്ടിയെങ്കിൽ നമുക്കതിൻ്റെ അപ്പുറത്ത് എന്ത് പ്രതീക്ഷിക്കണം? ഒന്നും പ്രതീക്ഷിക്കണ്ട അല്ലേ? കർത്താവ് എന്താ പറഞ്ഞേ? പച്ചമരത്തോട് ഇങ്ങനെ ചെയ്താൽ ഉണങ്ങിയതിന് എന്ത് സംഭവിക്കും? ആരാ പച്ചമരം? കർത്താവ്. അപ്പൊ കർത്താവിനോട് ഇപ്രകാരം ഈ ലോകം ചെയ്തെങ്കിൽ ലോകത്തിൽ നിന്ന് നിങ്ങൾ ഒരിക്കലും അനുകൂലമായിരിക്കുന്ന ഒന്നും പ്രതീക്ഷിക്കരുത്. പൂമാല പ്രതീക്ഷിക്കരുത്, പ്രശംസ പ്രതീക്ഷിക്കരുത്. വിശ്വാസത്തിൽ ജീവിക്കുക. ഉപദ്രവം നിശ്ചയമാണ്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പോൾ കഷ്ടത അനുഭവിക്കുവാൻ ആവശ്യം വരുമെന്ന് കർത്താവ് നമ്മെ വ്യക്തമായി പഠിപ്പിച്ചു. യോഹന്നാന്റെ സുവിശേഷമൊക്കെ വായിക്കണം. 15-ാം അധ്യായത്തിന്റെ ഒടുവിലാണ് ഈ കാര്യം കർത്താവ് പറയുന്നതെങ്കിൽ 16-ാം അധ്യായത്തിൽ എന്താ പറയുന്നത്? 16-ാം അധ്യായം ആരംഭിക്കുമ്പോൾ കർത്താവ് ഇങ്ങനെ ശിഷ്യന്മാരോട് പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 1-2 വാക്യങ്ങൾ അവിടെ നാം വായിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ഇടറിപ്പോകാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അവർ നിങ്ങളെ പള്ളിഭ്രഷ്ടരാക്കും. അത്രയുമല്ല, നിങ്ങളെ കൊല്ലുന്നവൻ എല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരുന്നു.
അവർ പിതാവിനെയും എന്നെയും അറിയായതുകൊണ്ട് ഇങ്ങനെ ചെയ്യും. അതിൻ്റെ നാഴിക വരുമ്പോൾ ഞാൻ അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾ ഓർക്കേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. എന്നാൽ എന്തുകൊണ്ടാണ് ആദിയിൽ പറയാഞ്ഞത്? ആദിയിൽ, അടുത്ത വാചകം, ആദിയിൽ ഞാൻ ഇത് നിങ്ങളോട് പറയാഞ്ഞത് ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കൊണ്ടത്രേ. കർത്താവ് കഴിഞ്ഞ 3.5 വർഷം അവരോട് കൂടെയിരുന്നു. ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. പക്ഷെ ഇപ്പോൾ ഈ കാര്യം പറയുവാനുള്ള കാരണം, ഞാൻ നിങ്ങളെ വിട്ട് പിതാവിൻ്റെ അടുക്കൽ പോകുമ്പോൾ നിങ്ങൾക്ക് ലോകത്തിൽ നിന്ന് ലഭിക്കുന്ന ഈ വിധമുള്ളതായിരിക്കുന്ന ഉപദ്രവങ്ങൾ വരുമ്പോൾ നിങ്ങളെ കൊല്ലുന്നത് തന്നെ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് ചിന്തിക്കുന്ന ആളുകൾ നിങ്ങളെ ഹേമിക്കുമ്പോൾ നിങ്ങൾ ഓർത്തുകൊള്ളുക, ഞാനിത് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. പഴയ നിയമ ഭക്തന്മാർക്കും ഈ കഷ്ടമുണ്ടായിരുന്നു എന്നുള്ളത് നാം തിരിച്ചറിയുവാനായിട്ട് ആവശ്യമുണ്ട്. അപ്പം അതുകൊണ്ട് ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ആവർത്തിച്ച് പറയുന്നത്, നിങ്ങൾക്ക് കഷ്ടം അനുഭവിപ്പാൻ വരം നൽകിയിരിക്കുന്നു, കഷ്ടം അനുഭവിപ്പാൻ നിങ്ങൾ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഇതൊന്നും വായിച്ചിട്ട് നാം അത് കേട്ടിട്ടില്ലാത്ത മട്ടിൽ മുന്നോട്ട് പോകരുത് പ്രിയപ്പെട്ടവരെ. കഷ്ടങ്ങൾ സാരമില്ല എന്നെണ്ണുന്നതാണ് ക്രിസ്തീയ ജീവിതം. കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുവാൻ. ഏത് കഷ്ടമാണ്? ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കപ്പെടുന്ന കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുവാൻ നമ്മെ പ്രാപ്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 17-18 വാക്യമാണ്. അവിടെ നാം വായിക്കുന്നു, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മിൽ ഒരു വലിയ തേജസ് വെളിപ്പെടുവാൻ പോകുകയാണ്. നമ്മുടെ താഴ്ചയുള്ള ശരീരം അവന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തുന്ന നാൾ സമീപിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഓർത്താൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണുവാൻ നമുക്ക് കഴിയും. ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിൻ്റെ നിത്യകനം കിട്ടുവാൻ കാരണമാകുന്നു എന്ന് നാം കൊരിന്ത്യർ ലേഖനത്തിൽ വായിക്കുന്നുണ്ട്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം പ്രാപിച്ചു. അവർക്കൊരു സാക്ഷ്യം ലഭിച്ചു. ആ സാക്ഷികളെ കുറിച്ചാണ് 11-ാം അധ്യായം മുഴുവനും വിവരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കുണ്ടോ ആ സാക്ഷ്യം? കർത്താവിൽ വിശ്വസിച്ചവരെല്ലാവരും വിശ്വാസികളാണ്. പക്ഷേ രക്ഷിക്കപ്പെടുവാനുള്ള വിശ്വാസം കൊണ്ട് ഒരു വിശ്വാസത്തിൻ്റെ സാക്ഷ്യം ലഭിക്കണമെന്ന നിർബന്ധം ഇല്ല. അത് രണ്ടാണ്. രക്ഷിക്കപ്പെടുവാനായിട്ടുള്ള വിശ്വാസം എന്ന് പറയുന്നത് എല്ലാവരുടെ വിശ്വാസവും ഒരേ അളവിലും ഒരേ തൂക്കത്തിലുമാണ്. എന്നാൽ ജീവിക്കുവാനായിട്ടുള്ള വിശ്വാസം എന്ന് പറയുന്നത് അത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. അപ്പം അതിലാണ് വിശ്വാസത്തിൽ ഏറ്റക്കുറച്ചിൽ വരുന്നത്. പഴയ നിയമത്തിൽ വീണ്ടെടുപ്പ് വില എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. എന്തോരുമായിരുന്നു? 1/2 ശേക്കൽ വെള്ളി. ധനവാൻ കൂടുതലും കൊടുത്തുകൂടാ, ദരിദ്രൻ കുറച്ചും കൊടുത്തുകൂടാ. ആ ഒരു വലിയ സത്യം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണെന്ന് അറിയാമോ? രക്ഷയിലേക്ക് ഒരുവനെ നയിക്കുന്ന വിശ്വാസം അത് തുല്യമാണ്, അത് ഒരുപോലെയാണ്, അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഇല്ല. എന്നാൽ ഇന്നും ഞങ്ങളുടെ സഭയിൽ ഒരു യുവ സഹോദരൻ ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഓർക്കുകയാണ്. ആ ശതാധിപന്റെ വിശ്വാസത്തെ കർത്താവ് എടുത്ത് അഭിനന്ദിക്കുമ്പോൾ പറയുന്നുണ്ട്, ഇസ്രയേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം ഞാൻ, ആരാ പറയുന്നത്? കർത്താവാ പറയുന്നത്, ഞാൻ കണ്ടിട്ടില്ല. അത് ഏത് വിശ്വാസമാണ്? അത് രക്ഷിക്കപ്പെടുന്ന വിശ്വാസമല്ല. ജീവിതത്തിൽ വിജയകരമായ പടികൾ താണ്ടുവാൻ തക്കവണ്ണം നാം കർത്താവിലും കർത്താവിൻ്റെ വചനത്തിലും ആശ്രയിക്കുന്ന വിശ്വാസമാണ്. അതിന് ഏറ്റക്കുറച്ചിലുണ്ട്.
നീ ഒരു വിശ്വാസ വീരനായി തീരണമെങ്കിൽ നാം ഒരു വിശ്വാസ വീരൻ എന്നുള്ള അല്ലെ വിശ്വാസത്തിൻ്റെ ഉന്നതമായ പടി നമുക്ക് കയറണമെന്ന് വരികിൽ അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ മാറ്റുരച്ച് നോക്കുവാനായിട്ട് ആവശ്യമുണ്ട്. ഇവിടെ അവർ വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചവരാണ്. ഇനി ഈ 11-ാം അധ്യായത്തിൽ പറയുന്ന ഓരോരുത്തരും എടുത്തു നോക്കുക. അവരൊക്കെ ജീവിച്ച സാഹചര്യങ്ങൾ വളരെ ദുഷ്കരമായിരുന്നു. പലരും അവരുടെ വിശ്വാസത്തിന് വേണ്ടി ജീവൻ കൊടുക്കേണ്ടി വന്നു. അതല്ലേ നാം ഒടുവിൽ വായിച്ചത്? പരിഹാസമേറ്റു, കല്ലേറേറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, ദാനിയേലും മറ്റുമാണെങ്കിൽ സിംഹക്കുഴിയിൽ ഇടപെട്ടു, തീച്ചൂളയിൽ കടന്നുപോയി. ഓക്കെ, അപ്പോ ലോകം അവർക്ക് അനുകൂലമായിരുന്നില്ല. പക്ഷേ അവർ വിശ്വാസത്തിന്റെ സാക്ഷ്യം പ്രാപിച്ചു. നമുക്കോ വിശ്വസിക്കാനായിട്ട് വലിയ പ്രശ്നമില്ല, പക്ഷെ വിശ്വാസ ജീവിതം നയിക്കാനായിട്ട് വളരെ പ്രയാസമുണ്ട്. ഞാനൊരു വിശ്വാസിയാണ് എന്ന ഒരു ലേബലിൽ എൻ്റെ കലാലയത്തിൽ, എൻ്റെ പ്രവൃത്തിയിടങ്ങളിൽ, ജോലി സ്ഥാപനങ്ങളിൽ നാം ആയിരിക്കുന്ന വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിൽ നമുക്ക് ആ സാക്ഷ്യം ഉയർത്തിപ്പിടിക്കാൻ കഴിയുമോ? നിശ്ചയമായിട്ടും നിങ്ങൾക്ക് അപമാനം ഏൽക്കേണ്ടി വരും, നിങ്ങൾക്ക് പരീക്ഷ സഹിക്കേണ്ടി വരും, നിങ്ങൾക്ക് ഉപദ്രവം നേരിടേണ്ടി വരും. സംശയം വേണ്ട. അപ്പം അതുകൊണ്ട് പലപ്പോഴും ഒരു സേഫ് സോണിൽ ക്രിസ്തീയ ജീവിതം നയിക്കാനാണ് പല വിശ്വാസികൾക്കും ഇഷ്ടം. ഹോളിനകത്ത് വന്ന് വേദപുസ്തകം പഠിക്കുവാനായിട്ട് നമുക്ക് ഇഷ്ടമാണ്. പറ്റുമോ പരസ്യസ്ഥാനത്തേക്ക് ഇറങ്ങി കർത്താവിനെ പറയുവാൻ? പ്രിയപ്പെട്ടവരെ, പറയണം. അവിടെയാണ് നമ്മുടെ വിശ്വാസത്തിന്റെ മാറ്റുരയ്ക്കപ്പെടുന്നത്. ഞാൻ ഇവിടെ ബുധനാഴ്ച ഭവന സന്ദർശനം നിന്നു പോകുമെന്നുള്ള ഒരവസ്ഥയിലേക്ക് വന്നപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഓർക്കണ്ടാവും, ഒരു ഈവനിങ്ങിൽ ഞാനിവിടെ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, വീട്ടിലിരിക്കുന്ന സഹോദരന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ ബുധനാഴ്ച ഒരാളെങ്കിലും എൻ്റെ കൂടെ വന്നാൽ ഈ വേല തുടർന്നു പോകാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഒരല്പം മാന്യം വന്ന ബുധനാഴ്ചത്തെ പ്രവർത്തനം ഒന്ന് ശക്തീകരിക്കാനായിട്ടിടയായി തീർന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഇപ്പോൾ ഇവിടെ വന്ന പല സഹോദരന്മാരും ആരുടെയും പ്രേരണ കൂടാതെ ഭവന സന്ദർശനം ചെയ്യാനായിട്ട് വരുന്നുണ്ട്. പലപ്പോഴും 3-4 ടീമുകൾ ഭവനങ്ങളിലേക്ക് പോകുവാനായിട്ട് 2 സഹോദരന്മാർ വീതം സാധിക്കുന്നു എന്നുള്ളത് വളരെ ശ്ലാഘനീയമായ കാര്യമാണ്. അവരോട് നിങ്ങൾ ചോദിച്ചു നോക്കുക. എല്ലായിടത്തും ചെല്ലുമ്പോൾ ചായയും വെള്ളമൊക്കെ തന്ന അവിടെ നിന്ന് ചിന്തിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ചില വീടുകളൊക്കെ ഉണ്ടല്ലേ. ചിലപ്പോഴൊക്കെ പരിഹാസം കേൾക്കേണ്ടി വരും. നിങ്ങൾക്ക് നാണമില്ലേ? ഞങ്ങളോട് ചോദിച്ചു, ഉളുപ്പില്ലേ? ഇല്ല. കണ്ടറിയാം, മീശയൊന്നുമില്ലാതെ. ഞാനും കുഞ്ഞോച്ചാനുമായിരുന്നു. മീശയില്ലാത്തപ്പോൾ കണ്ടറിയാം, ഉളുപ്പില്ല. ചിലപ്പോൾ തല്ലാൻ വരും. പ്രിയപ്പെട്ടവരെ, കാക്കനാട് സഭയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ചില സഹോദരന്മാർ ആ വേലയ്ക്ക് വേണ്ടി മുന്നിട്ട് വരുന്നുണ്ട്. കർത്താവിൻ്റെ വചനം പഠിക്കണം, പക്ഷേ അത് പ്രായോഗികമാക്കണം. എന്താ നമ്മുടെ ഉത്തരവാദിത്വം? നമ്മുടെ ഉത്തരവാദിത്വം 2 മേഖലകളിൽ അധിഷ്ഠിതമാണ്. ഒന്ന്, അവനെ ആരാധിക്കുക എന്നുള്ളത്. അതിൽ നാം പിന്നാക്കമില്ല. പ്രാർത്ഥനായോഗത്തിന് 8 പേരേ ഉള്ളൂ എങ്കിലും ആരാധനയ്ക്ക് 80 പേരും വരും. സീറ്റിടാൻ വിഷമമായിരിക്കും. ഞാനിവിടെ ഉള്ളപ്പോഴും എനിക്കറിയാം, ഗൾഫിൽ അവധി സമയമാണെങ്കിൽ സീറ്റ് തികയില്ല. പ്രിയപ്പെട്ടവരെ, അതിനൊന്നും കുറവില്ല, നമുക്കറിയാം. പക്ഷേ എല്ലാ ആഴ്ചയും അനൗൺസ് ചെയ്യും, ഭവന സന്ദർശനത്തിന് വരണം. വീട്ടിലിരിക്കുന്ന എത്ര സഹോദരന്മാർ വരുന്നുണ്ട്? ഇവിടെ സഹോദരന്മാർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾക്കതൊരു വലിയ സപ്പോർട്ടാണ്. എത്ര സഹോദരന്മാർ വരുന്നുണ്ട്? ചിന്തിക്കുക പ്രിയപ്പെട്ടവർ. നമ്മൾ പ്രാക്ടിക്കലാവണം. നമ്മുടെ സഭ സുവിശേഷവൽക്കരണ സഭയായിരിക്കണം. കാരണം ഈ ദേശത്ത് കർത്താവിൻ്റെ വചനം പറയാൻ നമ്മെ പോലെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടവർ വേറെ ആരുമില്ല.
ദൈവത്തെ ആരാധിക്കുക, സുവിശേഷം അറിയിക്കുക. 2 കാര്യങ്ങളാണ് ദൈവസഭയെ കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത്. അത് അനുസ്യൂതം നിവർത്തിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. അവർക്ക് ലോകം യോഗ്യമായിരുന്നില്ല, എന്നിട്ടും അവർ വിശ്വാസത്താൽ സാക്ഷ്യം പ്രാപിച്ചു. ആരെ? പഴയ നിയമത്തിലുള്ളവർ. വളരെ കുറച്ചു മാത്രം കാര്യങ്ങളെ വെളിപ്പെട്ട് കിട്ടിയ അവർ ആ പരിമിതമായ ദൈവിക വെളിപ്പെടുത്തലിനോട് വിശ്വസ്തത പാലിച്ചു. ഒന്ന് ഞങ്ങൾക്കറിയാം, ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിന് രാജാവേ നിന്റെ കയ്യിൽ നിന്നും ഈ തീച്ചൂളയിൽ നിന്നും രക്ഷിപ്പാൻ കഴിയുന്നവനാണ്. പക്ഷേ കഴിഞ്ഞില്ലെങ്കിലും, അങ്ങനെ ദൈവം ചെയ്തില്ലെങ്കിലും ഞങ്ങൾ രാജാവ് നിർത്തിയ ബിംബത്തെ നമസ്കരിക്കുകയില്ല. ആ ദൈവത്തെ അവർ തിരിച്ചറിഞ്ഞു. അവർ ദൈവത്തിൻ്റെ മഹത്വം അവർ തിരിച്ചറിഞ്ഞു. ദൈവം വിടുവിച്ചോ? എന്തേ നിങ്ങളുടെ ദൈവം എന്ന് ചോദിച്ചു കാണുമല്ലോ അവരുടെ മനസ്സിലെങ്കിലും. അവരെവിടേക്ക് പോകേണ്ടി വന്നു? തീച്ചൂളയിൽ പോകേണ്ടി വന്നു. അപ്പോഴും ഇവർക്ക് ഒരു ചഞ്ചലവും വന്നില്ല. തീച്ചൂള ദൈവിക കൂട്ടായ്മയുടെ ഇടമാക്കി തരുവാൻ കഴിയുന്നവനെ തിരിച്ചറിഞ്ഞവർ തീച്ചൂളയെ ഭയപ്പെടുകയില്ല. രാജാവ് പറഞ്ഞു, നമ്മൾ 3 പേരല്ലേ വിട്ടത്, ഇപ്പൊ 4ാമതൊരാളുകൂടെ. അതാരാ? ഒരു ദൈവദൂതനോടൊക്കുന്നുണ്ടല്ലോ. എത്ര മനോഹരമായ കാര്യമാണ് അല്ലേ? അവർക്ക് ലഭിച്ചതായിരിക്കുന്ന പരിമിതമായ അറിവിന്റെ വെളിച്ചത്തിൽ അവർ വിശ്വാസത്തിന് സാക്ഷ്യം വഹിച്ചു എന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നാം എവിടെ നിൽക്കുന്നു? അവരെക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് അഭിമാനിക്കുന്നു. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം ദൈവത്തിന് പറയാനുള്ളത് എല്ലാം കയ്യിൽ പിടിച്ചിട്ട് നമുക്ക് വിശ്വാസം എവിടെ? ഈ ദൈവവചനത്തെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി വിശ്വാസത്തെ തെളിയിക്കാനായിട്ട് വിശ്വാസികളായ നമുക്ക് കഴിയേണ്ടിയിരിക്കുന്നു. അവർ വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്തം നിവൃത്തി പ്രാപിച്ചില്ല. ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് വിശ്വാസത്തിൽ സാക്ഷ്യം പ്രാപിച്ചിട്ടും അവർക്കാർക്കും, യോഹന്നാൻ സ്നാപകൻ വരെയുള്ള ആ പഴയ നിയമ വിശുദ്ധന്മാർക്കാർക്കും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ അതിൽ വളരെ സൂക്ഷ്മമായി കാര്യങ്ങളെ പരിശോധിക്കുന്ന ദൈവത്തിന്റെ ചില ദാസന്മാർ അതിനെക്കുറിച്ച് ആരാഞ്ഞന്വേഷിച്ചു. ഗൂഗിളിലല്ല, ഇപ്പോഴത്തെ ആധുനിക സൗകര്യങ്ങളിലൊന്നുമല്ല. അവർ ദൈവസന്നദ്ധിയിലിരുന്ന് ഇന്ന് ദൈവവചനം പഠിക്കുന്നവർ എത്ര പേരുണ്ട്? ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവർ, എൻ്റെ വീട്ടിൽ ഞാൻ കുറേ പുസ്തകം മേടിച്ചു വെച്ചിട്ടുണ്ട്, ഒന്നും വായിക്കാറില്ല. ഈ ഒരു പുസ്തകം മാത്രമേ ഞാൻ വായിക്കാറുള്ളൂ ഇപ്പോൾ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവർ ആരാഞ്ഞന്വേഷിച്ചത് ദൈവസന്നിധിയിലേക്ക് ചെന്നിട്ടാണ്. പഴയ നിയമ ഭക്തന്മാരൊക്കെ അങ്ങനെയായിരുന്നു എന്ന് 73-ാം സങ്കീർത്തനം വായിച്ചിട്ടില്ലേ? ആസാഫ് ഒരുവിധം അങ്ങ് തെറ്റിപ്പോയി ദുഷ്ടന്മാർക്ക് വരുന്ന അഭിവൃദ്ധി കണ്ടിട്ട്. അവൻ ചിന്തിച്ചു, എന്തിനാ ഞാൻ ദൈവവിശ്വാസം വെച്ചോണ്ട് ഇരിക്കുന്നത്? ഞാൻ രാവിലെ തോറും ദണ്ഡിപ്പിക്കപ്പെടുകയാ. ദുഷ്ടന് ഒരു പ്രശ്നവുമില്ല. അവൻ തടിച്ചുരുണ്ടിരിക്കുന്നു. അവന്റെ കണ്ണ് പുറത്തോട്ട് തള്ളി. അവനെല്ലാം സുഖമാണ്. അങ്ങനെ അവസാനം അവർക്ക് വരുന്ന അന്തത്തെക്കുറിച്ച് എന്താ ഇതിൻ്റെ രഹസ്യമെന്നറിയാൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ആര് പോയി? ആസാഫ് കടന്നു ചെന്നു. അപ്പോൾ ആ മനുഷ്യന് തിരിച്ചറിഞ്ഞു, ഞാൻ വെറും പൊട്ടനായി പോയല്ലോ. ഞാൻ ദൈവത്തിൻ്റെ കയ്യിലാണ്. അവൻ എന്നെ അവൻ്റെ വലം കൈക്ക് പിടിച്ചിരിക്കുകയാണ്. പക്ഷേ ദുഷ്ടന്മാരെ അവൻ വഴുവഴുപ്പിലാണ് നിർത്തിയിരിക്കുന്നത്. അവരെ തള്ളിക്കളയുന്ന സമയം വരാൻ പോകുകയാണ്. എന്നാൽ എന്നെ അവൻ വലത്തു കൈക്ക് പിടിച്ചിരിക്കുന്നു. അവന്റെ ആലോചനകൾ എന്നെ നടത്തും. പിന്നത്തേതിൽ മഹത്വത്തിലേക്ക് ചേർത്തുകൊള്ളും. എന്നിട്ട് ആസാഫ് ഒടുവിൽ കൺക്ലൂഷൻ ഇങ്ങനെ പറഞ്ഞു, ദൈവത്തോട് ചേർന്നിരിക്കുന്ന അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലത്.
അതെ, ദൈവത്തോട് അകന്നിരിക്കുന്നത് നശിച്ചു പോകും. ദൈവത്തോട് അടുത്തിരിക്കുന്നതിന് ഏറെ നല്ലത്. പ്രിയപ്പെട്ടവരെ, നാം ദൈവസന്നിധിയിൽ ചെന്ന് ആരാഞ്ഞന്വേഷിച്ചാൽ വ്യക്തമായ ഉത്തരം കിട്ടും. അതിന് നമുക്ക് കഴിയണം. അതാണ് നമ്മൾ ബൈബിൾ പഠനത്തിൻ്റെ ഏറ്റവും സ്തുത്യർഹമായ മാതൃക എന്ന് പറയുന്നത്. പിതാക്കന്മാരൊക്കെ അങ്ങനെയാണ് ചെയ്തത്. ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു പ്രത്യേക സൗകര്യത്തിന് വേണ്ടി ചില സന്ദർഭങ്ങളിൽ ചെയ്തു, പക്ഷേ അത് മാത്രമായി പരിമിതപ്പെടാൻ പാടില്ല. ഒത്തിരി കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്, എല്ലാം ഞാൻ പറയുവാൻ എനിക്ക് കഴിയില്ല. ഞാൻ പറയട്ടെ, കോവിഡ് കാലത്ത് വന്നതായിരിക്കുന്ന ഒരു സൗകര്യമായിരുന്നു സൂം മീറ്റിംഗ്. എന്നാൽ സൂം മീറ്റിംഗ് ഇന്നും ചെയ്യുന്നതായിരിക്കുന്ന സഭകളുണ്ട്. തെറ്റാണ്. അതിലെ സൗകര്യം ഒക്കെ കർത്താവ് പറഞ്ഞ് 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുന്നുണ്ട്, നടുവിൽ ഞാനുണ്ട്. സൂം മീറ്റിങ്ങിലാണെങ്കിൽ വീട്ടിൽ നിന്ന് എങ്ങും പോണ്ട. കർത്താവ് എവിടെ വരണ്ടേ? നിങ്ങളുടെ വീട്ടിൽ വരണോ, അവരുടെ വീട്ടിൽ വരണോ, അതോ ഈ കണ്ണാടിയിൽ വരണോ? ചിന്തിക്കുക. കോവിഡ് കാലത്ത് നിവൃത്തിയില്ലാതെ നമുക്ക് വചനം പഠിക്കാനൊക്കെ കൊള്ളായിരുന്നു. പക്ഷേ ഇന്നും അത് സൗകര്യമായിട്ട് ഉപയോഗിക്കുന്നത് തെറ്റാണ്. കർത്താവിന് വേണ്ടി അതുപോലും കഷ്ടമനുഭവിക്കാൻ നമുക്ക് മനസ്സില്ല. ശരിയാ, കാക്കനാട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാനായിട്ട് ചിലപ്പോൾ മണിക്കൂറുകൾ എടുത്തുനിന്ന് വരും. ട്രാഫിക് ജാം. അപ്പോൾ സൂമിലായാൽ നല്ലതല്ലേ? ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാനങ്ങ് പറയാം. ഞങ്ങൾ സൂമൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല. അതുകൊണ്ടായിരിക്കും ഞാൻ പറയുന്നതെന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് തെറ്റി. അത് ചെയ്യുന്നവർക്ക് ചെയ്യാം. ഞാൻ പറയട്ടെ, നമ്മൾ ദൈവവചനപ്രകാരം മുന്നോട്ട് പോകണം. അത് വളരെ ആവശ്യമായിരിക്കുന്ന കാര്യമാണ്. അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചു, പക്ഷേ വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. അതെന്തിനാ അങ്ങനെ പറയുന്നത്? നമ്മുടെ മഹത്വം അവിടെ എഴുതി വച്ചിട്ടുണ്ട്. നമ്മളൊക്കെ വിശ്വാസികളായിട്ട് അറിയപ്പെടുന്നു, വാഗ്ദത്തം പ്രാപിച്ചവരാണ്. നമ്മൾ വാഗ്ദത്തം പ്രാപിച്ചവരാണ്. അതിൻ്റെ അനുഭവത്തിലേക്ക് വരണമെങ്കിൽ നാം സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നോക്കിക്കേ, 10-ാം അധ്യായത്തിൽ നിന്ന് ഒരു വാക്യം കൂടെ ഞാൻ വായിക്കട്ടെ. 10:35. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിപ്പാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. അവരൊക്കെ കഷ്ടതയിലൂടെ കടന്നുപോയി വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും അവർക്ക് വാഗ്ദത്തം പ്രാപിക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ ആ വാഗ്ദത്ത സന്തതി കടന്നു വന്ന് അവനെ നാം സ്വീകരിച്ചു. പഴയ നിയമത്തിൽ പെട്ടതായിരിക്കുന്ന ശിമ്യോൻ കർത്താവിനെ, ആ കൈക്കുഞ്ഞിനെ കയ്യിൽ ഏന്തിക്കൊണ്ട് പറഞ്ഞു, ഇപ്പോൾ നാഥ തിരുവചനം പോലെ അടിയനെ നീ സമാധാനത്തോടെ വിട്ടയക്കുന്നു എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ കാണുന്നതിന് മുമ്പേ മരണം കാണുകയില്ല എന്ന് അവൻ അരുളപ്പാടുണ്ടായിരുന്നു. ആ കൈക്കുഞ്ഞിനെ ആർക്ക് വിട്ടു? നമുക്ക് വിട്ടു. അത് നാം പ്രാപിച്ചവനാണ്. ക്രിസ്തുവിൽ എത്രയോ വാഗ്ദത്തങ്ങളുണ്ട്. ഈ വാഗ്ദത്തങ്ങളൊക്കെ ആർക്ക് വേണ്ടിയുള്ളതാ? വിശ്വാസികൾക്ക് വേണ്ടിയുള്ളതാ, എനിക്ക് വേണ്ടിയുള്ളതാ, നിങ്ങൾക്ക് വേണ്ടിയുള്ളതാ. അത് പ്രാപിക്കണം. രക്ഷദാനമാണ്. പക്ഷേ പ്രതിഫലമോ? പ്രതിഫലം നാം പ്രാപിക്കേണ്ടതാണ്. ഇവിടെ പറയുകയാണ്, ദൈവേഷ്ടം ചെയ്യണം. വാഗ്ദത്തം പ്രാപിക്കണേ എന്ത് ചെയ്യണം? ദൈവേഷ്ടം ചെയ്യണം. ദൈവേഷ്ടം ചെയ്യണേ എന്ത് വേണം? സഹിഷ്ണുത വേണം. അതിൻ്റെ അർത്ഥം എന്താണ്? എപ്പോഴാണ് ഈ സഹിഷ്ണുത ആവശ്യം വരുന്നത്? സഹിക്കാൻ പറ്റാതെ വരുമ്പോൾ, കഷ്ടത വരുമ്പോൾ. അപ്പോൾ ദൈവേഷ്ടം ചെയ്യുന്നവർക്ക് കഷ്ടതയുണ്ട്. കഷ്ടതയിൽ പിന്മാറാൻ പാടില്ല. അത് സഹിച്ചു നിൽക്കുമ്പോൾ വാഗ്ദത്തത്തിൻ്റെ അവകാശികളായിത്തീരും.
നോക്കിയേ 12-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം, 29-ാം വാക്യം. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യണം. ഇളകാത്ത രാജ്യം പ്രാപിക്കാൻ പോകുകയാണ്. ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട്, ദൈവേഷ്ടം ചെയ്തുകൊണ്ട് വാഗ്ദത്തം പ്രാപിക്കുവാൻ നാം ജാഗ്രത പുലർത്തണം. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ല. ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം, ഇത് ശരിയല്ലേ? ഓക്കെ. അവർ എല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്ത നിവൃത്തി പ്രാപിച്ചില്ല. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. അപ്പൊ ഏറ്റവും നല്ലത് ലഭിച്ചവരാരാ? കനാവിലെ കല്യാണ വീട്ടിൽ വീഞ്ഞായി തീർന്ന വെള്ളം രുചിച്ചു നോക്കിയ വിരുന്നുവാഴി പറഞ്ഞു മണവാളിനെ വിളിച്ചിട്ട്, എല്ലാവരും സാധാരണ ചെയ്യുന്നത് ലഹരി പിടിച്ച ശേഷം ഇളപ്പമായത് കൊടുക്കും, വലിയ വീര്യമൊന്നുമില്ലാത്ത കൊടുക്കും. പക്ഷെ നീ ഇതുവരെ നല്ലത് സൂക്ഷിച്ചു വെച്ചു എന്നാ. പ്രിയപ്പെട്ടവരെ, ആ നല്ലത് നമുക്ക് വേണ്ടി സൂക്ഷിച്ചു. അപ്പോൾ പഴയ നിയമ വിശുദ്ധന്മാർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കുന്നില്ല. കാരണം അവര് നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കുവാൻ ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നാം കർത്താവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടവരും കർത്താവിൻ്റെ കാഹളം ധരിക്കുമ്പോൾ മധ്യാകാശത്തിൽ നമ്മുടെ മണവാളിനെ എഴുന്നേൽക്കുന്നവരുമാണ്. അപ്പോൾ ആ രക്ഷയുടെ പൂർത്തീകരണത്തിൽ പഴയ നിയമ വിശുദ്ധന്മാർ കർത്താവിൻ്റെ സ്നേഹിതന്മാരാണ്. എന്നാൽ അവരുടെ കാലഘട്ടം എന്ന് പറയുന്നത്, ദാനിയേലിനോട് പറയുമ്പോൾ പറയുന്നുണ്ട്, നീയോ ദാനിയേലേ പോയി വിശ്രമിച്ചുകൊണ്ട് കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി ലഭിപ്പാൻ നീ എഴുന്നേറ്റ് വരും. യഹൂദനോട് അത് പറയുമ്പോൾ അവൻ്റെ കാലം അവസാനിക്കുന്നത് എപ്പോഴാണ്? മഹോദര കാലത്തിലാണ്. അവിടെയാണ് അവർക്ക് ഓഹരി ലഭിക്കുവാൻ പോകുന്നത്. അവർ ഓഹരി പ്രാപിച്ച് ആ പുതിയ 1000 ആണ്ട് വാഴ്ചയിലേക്ക് കടന്നു വരികയാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മെ കൂടാതെ അവർക്ക് രക്ഷാപൂർത്തി എന്ന് പറയുന്നത് മഹോപദ്രവത്തിൻ്റെ ഒടുവിലാണ്. കർത്താവ് സഭയുമായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അന്തിക്രിസ്തുവിനോട് പടവെട്ടി അവർക്ക് രാജ്യം ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാണ് അവരുടെ രക്ഷയുടെ പൂർത്തി സംഭവിക്കുന്നത്. നമ്മുടെയോ കർത്താവ് വാനമേഘത്തിൽ വരുമ്പോൾ അവർക്ക് മുന്നമേ നാം കർത്താവിൻ്റെ മണവാട്ടിയത്തുള്ള പദവിയിൽ നാം രക്ഷിക്കപ്പെടും. എങ്ങനെ? രക്ഷയുടെ പൂർത്തീകരണം. വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടു. പിന്നെ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എങ്ങനെ? നമ്മുടെ പ്രവൃത്തികളിലൂടെ, വിശ്വാസത്തിൻ്റെ പ്രവൃത്തിയാൽ കർത്താവിൻ്റെ വരവെങ്കിൽ നാം പൂർണ്ണ രക്ഷ പ്രാപിക്കും. അതാണ് ഫിലിപ്പി ലേഖനത്തിൽ നാം വായിക്കുന്നത്. അവൻ തൻ്റെ നമ്മുടെ താഴ്ചയുള്ള ഒന്ന് വായിച്ച് ഞാൻ അവസാനിപ്പിക്കാൻ കേട്ടോ. ഫിലിപ്പിയർ 3 ഒടുവിലത്തെ വാക്യം. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടുത്തും. അന്നാണ് നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണം നടക്കുന്നത്. നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് ദൈവം മുൻകരുതി. അതുകൊണ്ട് ഈ എബ്രായ ലേഖന പഠനം നമുക്ക് കുറേ ആശ്വാസമായിരിക്കട്ടെ, കർത്താവിൽ കൂടുതൽ ആശ്രയിക്കുവാൻ കാരണമാകട്ടെ, നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ കർത്താവിനോട് കുറച്ച് അടുത്ത് ജീവിക്കാൻ സഹായിക്കട്ടെ. അവൻ നമുക്ക് നല്ലവനാണ്. 1-2 വാക്യങ്ങൾ ഞാൻ എടുത്ത് വായിച്ച് അവസാനിപ്പിക്കാം. 2-ാം അധ്യായം ഒടുവിലത്തെ വാക്യം. താൻ തന്നെ പരീക്ഷിതനായി കഷ്ടമനുഭവിച്ചിരിക്കയാൽ പരീക്ഷിക്കപ്പെടുന്നവർക്ക് സഹായിപ്പാൻ കഴിവുള്ളവനാണ്. നമ്മുടെ കർത്താവ് നമ്മെ സഹായിപ്പാൻ കഴിവുള്ളവനാണ്. എപ്പോൾ? നമ്മുടെ കഷ്ടങ്ങളിൽ. അതുകൊണ്ട് കഷ്ടങ്ങളിൽ അടിപതറാതെ അവനിൽ ആശ്രയിച്ച് ജീവിക്കണം.
കഷ്ടങ്ങൾ വരുമ്പോൾ കർത്താവിനോട് ചേർന്ന് നിൽക്കുക, കർത്താവിൽ നിന്ന് കൃപ പ്രാപിക്കുക. 4:16 അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്തേക്ക് ചെല്ലുക. പഴയ വിശുദ്ധന്മാർക്ക്, പുരോഹിതന്മാർക്ക് കടന്നു പോകാൻ കഴിയാത്ത സ്ഥലം, മഹാപുരോഹിതന് ആണ്ടിലൊരിക്കൽ മാത്രം കടന്നു ചെല്ലാവുന്ന സ്ഥാനം, ഇന്ന് പുരോഹിത വർഗമായിരിക്കുന്ന നമുക്ക് എപ്പോഴും പ്രവേശിക്കുവാനുള്ള സാധ്യതയുണ്ട്. നാം ഈ പ്രയോജനം, ഈ സൗകര്യം പ്രയോജനപ്പെടുത്തുന്നുണ്ടോ? ചിന്തിക്കുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഒത്തിരി കാര്യങ്ങൾ പറയാമെങ്കിൽ ഒരു വാക്യം കൂടെ 7-ാം അധ്യായത്തിൽ നിന്ന് വായിക്കുന്നു. 7:25 അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകിയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ പഠനം, ഇബ്രാഹിം പഠനം നമ്മുടെ പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിന് ആക്കം വർദ്ധിപ്പിക്കുവാൻ, ശക്തി പകരുവാൻ, കർത്താവിന് വേണ്ടി കൂടുതൽ സമർപ്പണ വിധേയമായി ജീവിപ്പാൻ, പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിന് മുൻതൂക്കം കൊടുക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആ ശുശ്രൂഷകൾ നിവർത്തിക്കുന്ന സഹോദരന്മാർക്കും ധാരാളം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവത്തിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.